പ്രകൃതി സൗന്ദര്യം കൊണ്ട് അലങ്കൃതമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കേരളത്തിൽ ജീവിക്കാൻ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾക്കേവർക്കും ആഴകം എമ്മാനുവേൽ മിഷൻ ടീമിൻ്റെ വന്ദനം ഞങ്ങൾ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് നിറഞ്ഞ ഒരു നാടാണ് കേരളമെങ്കിലും പലപ്പോഴും വരും ഒരു തലമുറയ്ക്ക് ഈ നാട്ടിൽ വാസം യോഗ്യമാകുമോ എന്ന് ചിന്തിക്കത്തക്കവണ്ണം വളരെയേറെ പ്രശ്നങ്ങൾ, കലുഷിതമായ അന്തരീക്ഷങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ ഗ്രാമീണ പ്രദേശത്ത് കൃഷിക്കാരായി കൃഷി ചെയ്ത് മാന്യമായ വളരെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, ചില കാട്ടാനകളുടെ ശല്യങ്ങൾ, അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ ശല്യം, ഇങ്ങനെയുള്ള പല ശല്യങ്ങളും നമ്മുടെ മനസ്സിനെ വളരെയേറെ അസ്വസ്ഥപ്പെടുത്തി നമ്മുടെ അധ്വാനത്തെ നിഷ്ഫലമാക്കുന്ന പല മണ്ഡലങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ തന്നെ നാട് അഭിമുഖീകരിക്കുന്ന പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യ പ്രശ്നങ്ങൾ നമ്മുടെ നാടിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ലഹരിയുടെ കരാളകസ്ഥങ്ങളിൽ ഈ പാവം കുഞ്ഞുങ്ങൾ കുടുങ്ങിപ്പോകുന്നു എന്ന നഗ്ന സത്യമാണ്. അങ്ങനെ അനേകം പ്രശ്നങ്ങളിലൂടെ നമ്മുടെ ദേശം കടന്നു പോകുന്ന ഈ സമയത്ത് എങ്ങനെ മനുഷ്യന് സ്വസ്ഥതയുള്ള, സമാധാനമുള്ള ഒരു ജീവിതം കഴിക്കാൻ സാധിക്കും എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യമായി എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രാരംഭത്തിൽ വിശുദ്ധ ബൈബിളിനെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ലഭിക്കുന്നതും എല്ലാ മനുഷ്യരെയും, അഥവാ വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ളതും, വിവിധ ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതും, ലോകത്തിലെ ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് ലഭിക്കുന്നതുമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്തുകൊണ്ട് ഇങ്ങനെ ഏത് രാജ്യത്ത് ചെന്നാലും ഈ പുസ്തകം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ പുസ്തകം വായിച്ചിട്ടുള്ള ഏത് മനുഷ്യനെയും, അവൻ ദരിദ്രനായിക്കോട്ടെ, ധനവാനായിക്കോട്ടെ, അവൻ വിദ്യാസമ്പന്നനായിക്കോട്ടെ, വിദ്യാഹീനനായിക്കോട്ടെ, ഏതു മനുഷ്യനെയും സ്വാധീനിക്കത്തക്കവണ്ണം വളരെയേറെ ദൈവിക സ്പർശനമടങ്ങിയ, അല്ലെങ്കിൽ ദൈവനിവേശത്താൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം, ഒരു സ്വസ്ഥത നിങ്ങൾക്ക് ഇതുവരെയും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, വിശുദ്ധ വേദപുസ്തകമായ വിശുദ്ധ ബൈബിൾ നിങ്ങൾ തുറന്ന് വായിക്കാൻ ആരംഭിക്കുന്നെങ്കിൽ നിശ്ചയമായും ഈ പുസ്തകത്തിലെ വാക്കുകൾ, ഈ പുസ്തകത്തിലെ വരികൾ, ഇതിലെ ഓരോ വചനങ്ങളും നിങ്ങളെ സ്പർശിക്കുവാനിടയായിത്തീരും. ഞങ്ങൾ ഈ സന്ദേശം കഴിഞ്ഞ് ഇവിടുന്ന് പോയാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു വാക്ക് പറയട്ടെ, ഈ ബൈബിൾ എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു സങ്കടമുണ്ടാകുമ്പോൾ, മരിച്ചാൽ മതിയെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഈ രോഗം എങ്ങനെ മാറും, ഈ ക്ഷീണം എങ്ങനെ മാറും, എൻ്റെ മക്കൾ എങ്ങനെ നന്നായി വരും എന്നൊക്കെ ചിന്തിക്കുന്ന വളരെയേറെ ആകുലതകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകമായ ഈ ബൈബിൾ തുറന്നു വായിച്ചാൽ ഈ ബൈബിൾ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനിടയായിത്തീരും. കാരണം ഈ ബൈബിൾ ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഈ ബൈബിൾ, ഈ വേദപുസ്തകം, ഇതിലെ ഓരോ വാക്കുകളും ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഈ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളത് തുറന്നു വായിക്കണം. ഞാൻ പറയട്ടെ, വളരെയേറെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ, ആദരിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പക്ഷേ ആദരിക്കാനും ബഹുമാനിക്കാനുമായി
അതിൻ്റെ മുന്നിൽ തിരികെത്തിച്ചു വെച്ച് അതിനെ വണങ്ങാനുള്ള പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. മറിച്ച് ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ തുറന്നു വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. കാരണം ഒരു വ്യക്തി വിശുദ്ധ ബൈബിൾ തുറന്നു വായിച്ചാൽ അവന്റെ ജീവിതത്തിലേക്ക് രോഗസൗഖ്യം കടന്നു വരും. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവനിൽ സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടായിരുന്നു. എന്തിനെ സൗഖ്യമാക്കുന്നത്? രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ശക്തി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭവനത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും തലമുറകൾ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ബന്ധുമിത്രാദികൾ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് സൗഖ്യം തരുന്ന, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഈ വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. ഞാനിത് പ്രസ്താവിക്കുമ്പോൾ തന്നെ, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? യേശു നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. ഞാൻ എന്തുകൊണ്ട് ഇത്ര തൻ്റെ ഇടത്തോടെ പറയുന്നറിയാമോ? എൻ്റെ 18 വയസ്സുള്ള പ്രായത്തിൽ ഞാൻ ഒരു ബസ്സിൽ, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പഠനാവശ്യത്തിന് ഞാൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ 2 വ്യക്തികൾ നിന്ന് അന്നത്തെ ചെറിയ മൈക്രോഫോൺ വെച്ച്, കോളാമ്പി മൈക്ക് വെച്ച് 2 പേർ ഇങ്ങനെ പാടുന്നത് ഞാൻ കേട്ടു. ശ്രീയേശു നാമം അതിശയ നാമം, ഏഴ എനിക്ക് ഇമ്പനാമം. ആ പാട്ട് നിർത്തിയിട്ട് ആ പാടിയ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. അതിന്മേൽ ഒരു നാമം ഈ ലോകത്തിലില്ല. നിങ്ങളുടെ രോഗം ഒരു നാമമാണോ? നിങ്ങളുടെ രോഗം ഒരു പേരാണോ? നിങ്ങളുടെ പ്രശ്നം ഒരു പേരാണോ? നിങ്ങളുടെ സങ്കടം ഒരു പേരാണോ? എങ്കിൽ അതിനേക്കാൾ മേലുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിന്മേൽ വേറൊരു നാമമില്ല എന്ന് പറയാനിടയായി തീർന്നു. ഒരു ബസ് ആ സ്റ്റോപ്പിൽ നിർത്തിയ സമയം മാത്രമേ ഞാനിത് കേട്ടുള്ളൂ. എനിക്ക് പ്രിയമുള്ളവരെ, 2 വയസ്സ് മുതൽ ഈ 18 വയസ്സ് വരെ എൻ്റെ 2 ചെവിയും പൊട്ടി ഒലിക്കുന്ന ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സ്കൂളിൽ കടന്നു പോകുമ്പോൾ കുട്ടികൾ എന്നെ പരിഹസിക്കാനിടയാകും. കാരണം ഞാൻ പഞ്ഞിയുമായിട്ടാണ് പോകുന്നത്, ഇത് തുടച്ചു കളയാൻ വേണ്ടി പഞ്ഞിയായിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ ആ ബസ്സിലിരുന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ എൻ്റെ ചെവിക്ക് നീ സൗഖ്യം തരണമേ. യേശുവേ, നിന്റെ നാമം അത്ര ഉന്നത നാമമാണെങ്കിൽ എൻ്റെ ചെവിക്ക് സൗഖ്യം തരണമേ. പ്രിയമുള്ളവരെ, അന്ന് എൻ്റെ ചെവികൾക്ക് ദൈവം സൗഖ്യം നൽകിയതാണ്. ഇന്നുവരെയും ആ സൗഖ്യം ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞതിനാണെന്നറിയാമോ? സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെ പരിചയപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു നാണമോ ലജ്ജയോ അപമാനമോ കൂടാതെ നിങ്ങളുടെ ഈ പ്രദേശത്ത് നിങ്ങളുടെ മുന്നിൽ ധൈര്യത്തോടെ ഈ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ഒരു സൗഖ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം വേദപുസ്തകം വിളിച്ചു പറയുന്നത്, പരിഭ്രമിക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം എന്ന സത്യമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, മുന്നോട്ട് ഞാൻ എങ്ങനെ പോകും, എന്റെ ജീവിതത്തിൽ നാളെ എന്തായിത്തീരും, ആത്മഹത്യയല്ലാതെ മറ്റ് ഒരു വഴി എന്റെ മുന്നിലില്ല എന്ന് ഭാരപ്പെടുന്നെങ്കിൽ, ധൈര്യത്തോടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങളെ വിടുവിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ശക്തനാണ്. എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, യേശുവേ, എൻ്റെ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ, യേശുവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് ദൈവത്തോട്, സ്വർഗത്തിലെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും ഇന്ന് ഈ പകൽ, ഈ വൈകുന്നേര സമയത്ത് ഒരു വിടുതൽ അനുഭവിക്കുവാൻ ദൈവം നിങ്ങൾക്കിടയായി തീരും. അതിന് നിങ്ങൾ അടുത്തുള്ള ദേവാലയം അന്വേഷിച്ചു പോകേണ്ട, ഞങ്ങളെ അന്വേഷിച്ചു വരണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും തേടി പോകണ്ട, എവിടെയെങ്കിലും പണം കൊടുക്കാൻ പോകണ്ട, ഒരു നേർച്ച കുറ്റി നോക്കി നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഇരിക്കുന്നിടത്തിരുന്ന് സ്വർഗത്തിലെ യേശു ക്രിസ്തുവിലേക്കൊന്ന് നോക്കുക. ഇന്ന് വിടുതൽ നിങ്ങൾക്ക് നിശ്ചയം. ഈ ലോകത്തിലെ വിടുതൽ മാത്രമല്ല വിശുദ്ധ ബൈബിൾ പ്രസ്താവിക്കുന്നത്.
മറിച്ച് വിശുദ്ധ ബൈബിൾ പ്രസ്താവിക്കുന്ന ബൈബിളിന്റെ കാതലായ മറ്റൊരു ഭാഗം, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്നാണ്. എന്താണ് എൻ്റെ അർത്ഥമെന്നറിയാമോ? എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും എന്ന സത്യമാണ്. ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, ഈ ലോകത്തെ ഏത് മഹാനായിക്കോട്ടെ, ഏത് ദരിദ്രനായിക്കോട്ടെ, ധനവാനായിക്കോട്ടെ, പാപപ്പെട്ടവനായിക്കോട്ടെ, അറിവുള്ളവനായിക്കോട്ടെ, അറിവില്ലാത്തവനായിക്കോട്ടെ, വെറും വിദ്യാഹീനനായിക്കോട്ടെ, ആരാണെങ്കിലും ഒരു ദിവസം മരിക്കുമെന്ന സത്യം നമുക്ക് മറന്നുകൂടാ. കാരണം ഞങ്ങളിങ്ങനെ വിളിച്ചു പറയാറുണ്ട്, പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ ഏത് സമയത്തു വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു നഗ്ന സത്യമാണ് മരണം. കാരണം മരണം ഏത് സമയത്ത് ആരെ തേടി വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവൻ രാവിലെ ഉണർന്നെഴുന്നേൽക്കാതെ ഇരിക്കുന്നത് നമുക്കറിയാം. പ്രിയമുള്ളവരെ, മരിച്ചാൽ നമുക്കൊക്കെ ഒരു പേരേ ഉള്ളൂ, അത് ഡെഡ് ബോഡി എന്നായിരിക്കും. എന്നാൽ ഒരു കോഴി മരിച്ചാൽ ചിലപ്പോൾ കോഴിയുടെ പേര് മാറാറുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ചിക്കൻ 65 എന്നോ ചിക്കൻ കറി എന്നൊക്കെ പറയും. കോഴിയുടെ പേര് കോഴി മരിച്ചാൽ മാറും. പക്ഷെ മനുഷ്യൻ മരിച്ചാലും മനുഷ്യന്റെ പേരും മാറും. പിന്നെ ഡെഡ് ബോഡി എന്നാകും. നിങ്ങളുടെ പേര് ആരും പറയുകയില്ല. പിന്നെ ഡെഡ് ബോഡി എപ്പോൾ വരുമെന്ന് ചോദിക്കും, ഡെഡ് ബോഡി എപ്പോൾ അടക്കുമെന്ന് ചോദിക്കും. അല്ലാതെ നിങ്ങളുടെ പേര് പോലും ഈ നാട്ടിൽ നിന്ന് മറഞ്ഞു പോകുവാനിടയാകും മരണത്തോടെ. ചിലപ്പോൾ നിങ്ങളുടെ പ്രിയമുള്ളവർ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ നിങ്ങളുടെ പേരും നിങ്ങൾ ചെയ്ത മഹത് കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നിരിക്കാം. ചിലര് നിങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഇതെല്ലാം ഓർത്തൊന്ന് കരഞ്ഞെന്നിരിക്കാം. ഒക്കെ സംഭവിക്കാം. പക്ഷേ കാലം അതെല്ലാം മറച്ചു കളയും. പക്ഷേ മറയാത്ത ഒന്നുണ്ട്, അത് മരണാനന്തരമുള്ളൊരു ജീവിതമാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ ചിലപ്പോൾ അതിനെ മോക്ഷപ്രാപ്തി എന്നോ നിത്യജീവനെന്നോ സ്വർഗീയ അനുഭവമെന്നോ സ്വർഗത്തിലേക്കുള്ള യാത്രയെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ വേദപുസ്തകം ബൈബിൾ അതിനെ നിത്യജീവൻ എന്ന് വിളിക്കുന്നു. അതെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നിത്യജീവനിലേക്കാണ്. മരണശേഷം ഒരു ജീവിതം നമുക്കുണ്ട്. ആ ജീവിതത്തിലേക്കാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം മരിച്ചാൽ സ്വർഗത്തിന് അവകാശികളാകണം. എന്താണ് സ്വർഗത്തിൽ പോകാനുള്ള തടസ്സം? സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ, അത് മനുഷ്യന്റെ പാപമാണ്. എന്താണ് പാപം? ഞാൻ എളുപ്പത്തിൽ പറയട്ടെ. മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ഇരുട്ടാണ് പാപം. അതെ, പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ നമുക്ക് വെട്ടിക്കളയാമായിരുന്നു. അതെ, പാപം ഒരു കുഴിയായിരുന്നെങ്കിൽ നമുക്ക് മണ്ണിട്ട് മൂടാമായിരുന്നു. എന്നാൽ പാപം മനുഷ്യന്റെ ഹൃദയത്തിൽ, മനുഷ്യ മനസ്സുകളിൽ അന്തർലീനമായി കിടക്കുന്ന കൂരിരുട്ടാകൊണ്ട് അതിനെ ഒന്നും ചെയ്യുവാൻ മനുഷ്യന് സാധിക്കാതെ പാപത്തിന്റെ മുന്നിൽ, അതിന്റെ പരിണിത ഫലങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ പലപ്പോഴും നിസ്സഹായനായി നിൽക്കുമ്പോൾ 2000 കൊല്ലം മുമ്പ് സ്വർഗത്തിൽ ദൈവമായിരുന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് സ്വയം മനുഷ്യപാപത്തിന് പരിഹാരമാകാൻ, യാഗമാകാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ, അതേ ദൈവത്തോടുള്ള സാദൃശ്യം ഒഴിഞ്ഞുവെച്ച് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വരുവാനിടയായി തീർന്നു. 33.5 വർഷം ഈ ലോകത്ത് യേശു ജീവിച്ചു. ദൈവം മനുഷ്യനായി ജീവിച്ചു. അവൻ ഇവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു, അനേകം അടയാളങ്ങളെ പ്രവർത്തിച്ചു, അനേകം രോഗികളെ സൗഖ്യമാക്കി, അനേകം ഭൂതബാധിതരെ വിടുവിച്ചു. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ 33.5 വർഷത്തിനിടയിൽ ഈ ലോകത്ത് ചെയ്ത് പാലസ്തീന്റെ പച്ചമണ്ണിൽ ചവിട്ടി നടന്ന് ആ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് താൻ തന്നെ ദൈവമെന്ന് സ്ഥാപിക്കുവാനിടയായി തീർന്നു. എന്നാൽ തന്റെ 33.5 വയസ്സിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കാൽവരിക്കുന്നിൽ മരിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ ആ യാഗത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ കാൽവരിക്കുന്നിലെ ആ പരമയാഗം എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഈ പരമയാഗത്തിൽ ആർ വിശ്വസിക്കുന്നോ
അവർക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനും യേശുവിന്റെ യാഗത്തിൽ വിശ്വസിക്കുന്നെന്ന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, വിശുദ്ധ ബൈബിൾ പറയുന്നത് പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല. ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ട്, എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട്, ഞാൻ അല്പം കടന്നു പറയട്ടെ, നിങ്ങൾ ക്ഷമിക്കണമേ, നിങ്ങൾക്ക് മനസ്സിലാകാനൊരു ഭാഷയിൽ പറയട്ടെ, ഒരു മല കയറിയിട്ട് ഒരു നേർച്ച നേർന്നിട്ട് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പരിപാടി വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടില്ല. മറിച്ച് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസം വഴി സൗജന്യമായി കൃപയാൽ നമുക്ക് സ്വർഗത്തിൽ അവകാശം ലഭിക്കാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം വരുത്തി സ്വർഗത്തിന് അവകാശികളാകാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നാളെ നമുക്കുള്ളതല്ല എന്നതിനാൽ ഇന്നു തന്നെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നതോ കർത്താവായ യേശുക്രിസ്തു തന്നെ. പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം നിത്യജീവൻ അവകാശമാക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്, ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾ സുവിശേഷം കേട്ടിരിക്കുക, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുക, യേശുവിൽ വഴി നിത്യവനെ കുറിച്ച് കേട്ടിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നറിയാമോ? ഇരിക്കുന്ന ഇരിപ്പിൽ തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്രകാരം ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനൊരു പാപിയാണ്, എന്നാൽ ഇന്ന് രക്ഷയുണ്ടെന്ന സുവിശേഷം ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ പാപിയാണെന്ന് ഞാൻ അറിയുന്നു, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് യേശുവേ, അങ്ങയുടെ കാൽവരിക്കുന്നിലെ പരമയാഗം ഞാൻ എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി എന്നെ നിത്യജീവന് അവകാശിയാക്കണമേ എന്നാരും പ്രാർത്ഥിക്കും. അതെ, ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ നമുക്കൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എന്നെ കേട്ട പ്രിയമുള്ളവരെ, നിത്യജീവൻ അവകാശമാക്കാൻ യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാവണം. ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ബൈബിൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിശ്ചയമായി അതെടുത്ത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങണം. ഒരു ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് തന്ന ലഘുലേഖയിൽ ഞങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഉണ്ട്.